ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഭയത്തെ എങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴുമായിട്ട് ഭയം എന്ന് പറയുന്ന ഒരു കാര്യം പല മനുഷ്യരെയും അലട്ടിക്കൊണ്ടിരിക്കുന്നു. ജീവിക്കാനുള്ള പേടി, ഇരുട്ടിനെ പേടി, തനിച്ച് കിടക്കാനുള്ള പേടി, മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള പേടി, അല്ലേ, പ്രാർത്ഥിക്കാൻ പേടി, തനിയെ നടക്കാൻ പേടി, ഒരിടത്ത് ഇരിക്കാൻ പേടി, എല്ലാം കൊണ്ടും ഒരു ഭയം നമ്മുടെ ജീവിതത്തിൽ. ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ പേടി, ഭയമാണ്. നമുക്ക് വളരെയധികം ഭയം നമ്മളെ അലട്ടുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഈ ഭയം നമ്മുടെ ജീവിതത്തിലെ ധൈര്യത്തെ നശിപ്പിക്കുന്നു, സമാധാനം കെടുത്തുന്നു എന്നുള്ളതാണ്. ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്കറിയാവുന്ന ഒരു കുടുംബം, അവരുടെ ജീവിതത്തിൽ അവരേറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കുന്നത് പേടിയാണ്, ഭയം. അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഒരു വ്യക്തതയില്ല, ഒരു കാര്യത്തിനും ഒരു വ്യക്തതയില്ല. ബൈബിള് വായിക്കാൻ പേടി, ജപമാല ചൊല്ലാനായിട്ട് പേടി, രാത്രി ആയിക്കഴിഞ്ഞാൽ പുറത്തേക്ക് നോക്കാൻ പേടി, കിടക്കുമ്പോൾ അതുപോലും ഒരു ഭയമാണ്, കണ്ണടയ്ക്കാൻ പേടി. അപ്പോൾ ഈ ഭയത്തെ എന്തിനും ഏതൊരു ഭയമാണ്, എങ്ങനെ ഇതിനെ നമുക്ക് മറികടക്കാം എന്നുള്ളൊരു ചോദ്യം വരികയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഭയത്തെ നമുക്ക് മറികടക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മുൻപോട്ട് വെച്ചാലാണ് ഈ ഭയത്തെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ടും നിങ്ങൾ മറക്കരുത്. ഭയമെന്ന് പറയുന്നത് ഒരു മാനുഷികമായിട്ടുള്ള വികാരമാണ്. പക്ഷേ ഈ ഭയം അധികമായാലോ എന്തു പറ്റും? നമ്മുടെ ധൈര്യം കുറയും, അല്ലേ? എന്തും ചെയ്യാനും പറയാനും പ്രവർത്തിക്കുവാനുമുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാവില്ല. ദൈവത്തിലുള്ള വിശ്വാസം പോലും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് ഈ ഭയം നമ്മെ കൊണ്ടുവന്നെത്തിക്കും. അപ്പം അതുകൊണ്ട് ഈ ആത്മീയമായിട്ടുള്ള മേഖലയിൽ ഭയത്തെ നമുക്കെങ്ങനെ ആത്മീയ മേഖലയിലൂടെ മാറ്റിയെടുക്കാം എന്നതാണ് ഇന്ന് ഞാൻ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു വിഷയം. ഈ ഭയത്തെ മാറ്റിയെടുക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയെന്ന് പറയുന്നത് ദൈവത്തോടൊപ്പമുള്ള ഒരു ആത്മീയ ജീവിതമാണ്, ഒരു ആത്മബന്ധമാണ്. ദൈവവുമായിട്ടൊരു ആത്മബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സ്നേഹവും സന്തോഷവും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഭയപ്പെടാതെ മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ദൈവവുമായിട്ടുള്ള ആത്മബന്ധമാണ്. ഈ ആത്മബന്ധത്തിലൂടെ ദൈവിക സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാനും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. യെശയ്യായുടെ പുസ്തകത്തിൽ 41:10 തിരുവചനം പറയുന്നുണ്ടല്ലോ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവമെന്ന്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോ ഭയത്തിലും നമ്മുടെ പേടികളിലുമൊക്കെ ദൈവം നമ്മോടൊപ്പം ഇരിക്കുന്നുണ്ട്. ഇരുട്ടിനെയും പ്രതിസന്ധികളെയും മനുഷ്യരെയൊന്നും ഭയക്കാതെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മുടെ ഹൃദയത്തെ നമ്മൾ സജ്ജീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. അങ്ങനെ നമ്മൾ ഭയത്തെ നമ്മിൽ നിന്നും അകറ്റാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തേത്, പ്രാർത്ഥനയിലൂടെ ഭയത്തെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് ഭയത്തെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നത്? നമ്മൾ എന്തിനെക്കുറിച്ചെങ്കിലും ഓർത്ത് പെട്ടെന്ന് ഭയപ്പെടുമ്പോൾ, പ്രത്യേകിച്ചൊരു സ്വപ്നം കണ്ട് ഭയപ്പെടുമ്പോൾ പോലും നമ്മുടെ മനസ്സിന് വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അത് നമ്മളെ വേറൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇത് നമ്മുടെ മുമ്പിലുള്ള ഏതൊരു കാര്യം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാകുന്നില്ല. വളരെയധികം നമ്മൾ തളർന്നു പോകുന്നൊരു മാനസാവസ്ഥ ഈ ഭയം നമുക്കുണ്ടെങ്കിൽ അത് നമ്മെ കീഴ്പ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭയത്തിന് കീഴ്പ്പെടാതെ പ്രാർത്ഥനയിലൂടെ എങ്ങനെ ഇതിനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക. അതിനെതിരെയുള്ള ഒരു വലിയ ആയുധമാണ് പ്രാർത്ഥന. അതുകൊണ്ട് പ്രാർത്ഥന എന്ന ആയുധം നമ്മൾ
കയ്യിലെടുക്കണം. ഫിലിപ്പി ലേഖനം 4-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് നമ്മളോട് ഇപ്രകാരം പറയുന്നുണ്ട്, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടുകൂടി നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഒരു വിഷയം നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വിഷയം ദൈവത്തിനോട് ഏറ്റുപറയുക, ആ മേഖലയെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. ആ വിഷയം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോലും മറന്നു കളയാനായിട്ട് ശ്രമിക്കുക. ദൈവമേ, ഈ മേഖലയെ, ഭയത്തിൻ്റെ മേഖലയെ, എന്നെ പേടിപ്പെടുത്തുന്ന ഈ ഒരു അവസ്ഥയെ നിൻ്റെ കയ്യിലേക്ക് ഞാൻ തരുന്നു എന്ന് പറഞ്ഞ് വളരെ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയിൽ നമ്മൾ ഈ വിഷയം സമർപ്പിക്കുക. മൂന്നാമതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ദൈവവിശ്വാസം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഈ ഭയത്തിൻ്റെ വിപരീതമായിട്ട് നിൽക്കുന്നത് വിശ്വാസമാണ്. ഈ വിശ്വാസവും ഭയവും തമ്മിലൊരു ഫൈറ്റ് നടക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ഭയത്തെ തോൽപ്പിക്കുന്നത്. വിശ്വാസമുള്ളവർക്ക് ഭയത്തെ തോൽപ്പിക്കാനായിട്ട് പറ്റും. നമുക്കറിയാം, വിശ്വാസം എന്ന് പറയുന്നത് ഒരു ശക്തമായൊരു ആയുധമാണ്, അല്ലേ? വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടാകുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അവർ പാമ്പുകളുടെയും തേളുകളുടെയും ഒക്കെ മീതെ ചവിട്ടി നടക്കും. അതുപോലെ മാരകമായ വിഷം കുടിച്ചാൽ അത് അവരെ ഉപദ്രവിക്കുകയില്ല എന്ന് കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ വിശ്വസിക്കുക മാത്രം ചെയ്താൽ ഇത് നമുക്ക് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാക്കുക. അപ്പോൾ ഈ വിശ്വാസം നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ ഭയത്തെ നമുക്ക് തോൽപ്പിക്കാനായിട്ട് പറ്റും. ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ വിശ്വസിക്കുക, അത് വളർത്തിയെടുക്കുക. ദൈവവിശ്വാസം കൂടുന്തോറും ഈ ഭയം നമ്മളിൽ നിന്ന് വിട്ടുപോകും. നമുക്കറിയാം, സാത്താൻ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപദ്രവിക്കുന്നൊരു മേഖല നമ്മുടെ ബലഹീനതയിലാണ്. ഇപ്പോൾ നിങ്ങൾ ഭയപ്പെടുന്നൊരു മേഖല അവൻ കണ്ടു കഴിഞ്ഞാൽ ആ മേഖലയിൽ തന്നെ നിങ്ങൾ പിന്നെയും അവൻ പുറകിൽ നിന്ന് ചവിട്ടും. അതിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമ്മൾ തനിയെ ഇതിനു വേണ്ടി ശ്രമിക്കണം. നമ്മൾ പരിശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും വിശ്വാസം കൂട്ടിയെടുക്കുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കും. അങ്ങനെ നമ്മിൽ നിന്നും ഈ ഭയം വേരോടുകൂടി ദൈവം തന്നെ എടുത്തു കളയും. നാലാമതായിട്ട് എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമാണ് വചനം, അല്ലേ? വചനം ധ്യാനിക്കുന്നതും വചനം വായിക്കുന്നതും വചനം സംഗ്രഹിക്കുന്നതും ഇത് ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതുമൊക്കെ ഭയത്തെ മാറ്റി നിർത്തുന്നതാണ്. അവിടെ പരിശുദ്ധാത്മാവാണ് ഇറങ്ങി വരുന്നത്, നമുക്കറിയാം, അല്ലേ? ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ അന്ധകാരത്തിൽ വീഴുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം 14:27 പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. സങ്കീർത്തനം 23, മരണത്തിൻ്റെ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് എൻ്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 23 ഭയമുള്ളവരെടുത്ത് വായിക്കണം കേട്ടോ. എപ്പോഴും പേടിയും ഭയവും ഈ വിറയലും ഒക്കെ ഉള്ള ആൾക്കാർ, ഞെട്ടലും ഒക്കെ ഉള്ളവരൊക്കെ ഇതെടുത്ത് വായിക്കുക. പ്രാർത്ഥിച്ച് ധ്യാനിച്ച് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അഞ്ചാമതായിട്ട് ദൈവത്തിന് വേണ്ടി സാക്ഷിയായിട്ട് ജീവിക്കുക. മറ്റുള്ളവരോട് നമ്മൾ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നമുക്ക് ലഭിച്ച അനുഭവങ്ങളും ഒക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മവിശ്വാസം അത് വളർത്തുന്നു. ഭയത്തെ എന്നേക്കുമായിട്ട് അത് ആട്ടി ഓടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ തന്നെ നമുക്ക് ഉറപ്പിക്കാം, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുന്നു. അതോടൊപ്പം നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1 യോഹന്നാൻ 4:18 പറയുന്നുണ്ട്, സമ്പൂർണമായിട്ടുള്ള സ്നേഹം ഭയത്തെ നീക്കുമെന്ന്. അതുകൊണ്ട് സ്നേഹം ഉള്ളിടത്ത് നമുക്ക് സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകും. ഭയത്തിനും അന്ധകാരത്തിനും സ്നേഹത്തെ തോൽപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ദൈവസ്നേഹം നമ്മിൽ നിറയാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സ്നേഹം മാത്രമാണ് ഭയത്തെ നീക്കാനുള്ള ഏറ്റവും നല്ല വഴി. നമുക്ക് എന്തൊക്കെ സംഭവിച്ചാലും ദൈവം നമ്മളെ കൈവിടില്ല, അവൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് തന്നെ പോകാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, സമാധാനവും സന്തോഷവും നിങ്ങളിൽ ധാരാളം പരിശുദ്ധാത്മാവ് നിറയ്ക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.